മനുഷ്യർക്ക് ചിന്താ സ്വാതന്ത്ര്യം നൽകുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ അന്ധമായ അനുകരണത്തെ അഥവാ തഖ്ലീദിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പഠിക്കാനും ചിന്തിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ഖുർആൻ ആവർത്തിച്ച് നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പോലും ചിന്തിച്ചു ഗ്രഹിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അപ്പോൾ അവർ ഖുർആൻ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? അതല്ല, അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ? വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാന. അവർ തങ്ങളുടെ രക്ഷിതാവിൻ്റെ ആയത്തുകൾ കൊണ്ട് അവർക്ക് ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ ബധിരന്മാരും അന്ധന്മാരുമായി ആയ നിലയിൽ അതിന്മേൽ അവർ വീഴുകയില്ല. ചിന്തിച്ച് ഗ്രഹിച്ചുകൊണ്ട് മാത്രമേ അവർ കാര്യങ്ങൾ ഗ്രഹിക്കാറുള്ളൂ. അതാണ് മുസ്ലിങ്ങളുടെ സവിശേഷത. ഇത്രയും ശക്തമായ വിധത്തിൽ ചിന്തിക്കാൻ പ്രേരണ നൽകുന്ന മതത്തിൽ ചിന്തയുടെ അനന്തരഫലമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അധികവും ആപേക്ഷികമാണ്. വ്യക്തി, ചുറ്റുപാട്, കാലഘട്ടം, നാഗരികത, മാനദണ്ഡം ഇവയുടെ മാറ്റങ്ങൾ ചിന്തയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ വിവിധ കാലങ്ങളിൽ വിവിധ നാടുകളിൽ ജനിക്കുകയും വിവിധ ഗുരുനാഥന്മാരിൽ നിന്ന് വിജ്ഞാനം ഇജ്തിഹാദ് ചെയ്ത അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾക്ക് ഇസ്ലാമിക പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരവരുടെ പേരിൽ അറിയപ്പെട്ടു. ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലും ഇമാം മാലിക്കിൻ്റെയും ഷാഫിയുടെയും ഇബ്നു ഹംബലിൻ്റെയും അഭിപ്രായങ്ങൾ അവരവരുടെ പേരിലോടും ചേർത്ത് അറിയപ്പെട്ടു. ഈ അഭിപ്രായങ്ങളാണ് പിന്നീട് മദ്ഹബുകളായി അറിയപ്പെട്ടത്. അറബി ഭാഷയിൽ മദ്ഹബ് എന്ന് പറഞ്ഞാൽ അഭിപ്രായം, മാർഗം, ആശയം, വീക്ഷണം എന്നൊക്കെയാണ് അർത്ഥം. ദഹബ ഫിൽ മസ്അലതി കദ, അദ്ദേഹം ഒരു വിഷയത്തിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, അല്ലെങ്കിൽ വാഫക ഫുലാനും ഫി മദ്ഹബിഹി, തൻ്റെ അഭിപ്രായത്തോട് ഇന്ന ആൾ യോജിച്ചു എന്നൊക്കെ ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ മദ്ഹബു ഷാഫിഈ എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിഈയുടെ അഭിപ്രായം എന്നാണ് അർത്ഥം. ഇതേ അർത്ഥം തന്നെയാണ് മറ്റു പണ്ഡിതന്മാരുടെ പേരിനോട് മദ്ഹബ് എന്ന വാക്ക് ചേർത്തി പറയുമ്പോഴും ഉദ്ദേശിക്കുന്നത്. ഇത് 4 or 40 അല്ല, എത്രയോ അഭിപ്രായങ്ങൾ മുസ്ലിം പണ്ഡിതന്മാരിൽ അന്നും ഇന്നും നിലനിൽക്കുന്നതായി കാണാം. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരിൽ പലരും പരസ്പരം ചർച്ച ചെയ്തതിൻ്റെ ഫലമായി അവസാനിക്കുകയും ചെയ്തു. മദ്ഹബുകളുടെ ഇമാമുമാർ ആരും തന്നെ തൻ്റെ അഭിപ്രായം മാത്രമാണ് സത്യം, മറ്റഭിപ്രായങ്ങൾ തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്, ഇത് മാത്രമാണ് സത്യം എന്നും ധരിക്കരുത്. ഞാൻ ഇന്ന് പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്ന് നാളെ മടങ്ങിയെന്ന് വരും. കൂടുതൽ തെളിവുകൾ മനസ്സിലാവുമ്പോൾ അഭിപ്രായങ്ങൾ മാറും എന്ന് മദ്ഹബിൻ്റെ ഇമാമുമാർ അവരുടെ ശിഷ്യന്മാരെ ഉപദേശിച്ചിട്ടുണ്ട്. മദ്ഹബുകൾ പൊതുവെ മദ്ഹബുകളെ പൊതുവെ നമുക്ക് 3ആയി തരംതിരിക്കാം. 1 രാഷ്ട്രീയ മദ്ഹബ്, 2 വിശ്വാസശാസ്ത്ര മദ്ഹബ്, 3 കർമ്മശാസ്ത്ര മദ്ഹബ്. ആദ്യ നൂറ്റാണ്ടുകളിൽ രാഷ്ട്രീയത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിയത് ഷിയാക്കളും ഖവാരിജുകളുമാണ്. ഈ മദ്ഹബുകൾ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. 2 വിശ്വാസശാസ്ത്ര മദ്ഹബുകൾ, അത് ജബരിയ, ഖദരിയ, മുർജിഅ, മുഅ്തസില, അശ്അരി, മാതുരിദി എന്നിവയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന് വിശ്വാസകാര്യങ്ങളിൽ പ്രത്യേകം വീക്ഷണങ്ങൾ ഉണ്ട്. അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെപ്പറ്റി ഖുർആനും സുന്നത്തും എന്താണോ പറഞ്ഞത് അത് യാതൊരു വ്യാഖ്യാനവും കൂടാതെ സ്വീകരിക്കുക. ഇതല്ലാതെ വിശ്വാസകാര്യങ്ങളിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാവതല്ല. പരമകാരുണ്യൻ അവൻ്റെ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. സിംഹാസനം ആകാശത്താണ്,
അവന് കണ്ണ്, കൈ, മുഖം എന്നിവയെല്ലാം ഉണ്ട്. അത് സൃഷ്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അവൻ ആകാശത്തു നിന്ന് ഇറങ്ങി വരും, പക്ഷേ അതിൻ്റെ രൂപവും ഭാവിയും നമുക്കറിയുകയില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തൻ്റെ കൃതികളിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ വീക്ഷണം സലഫി വീക്ഷണം എന്ന പേരിൽ അറിയപ്പെടും. കർമ്മശാസ്ത്ര മദ്ഹബുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും മദീനയിലുമായി പൂർത്തിയാക്കിയ 23 വർഷമാണ് ശരീഅത്തിൻ്റെ ആവിർഭാവ കാലഘട്ടമായി ഇസ്ലാം പരിഗണിക്കുന്നത്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ അതിന് നൽകിയ വ്യാഖ്യാനങ്ങളുമാണ് ഇസ്ലാമിക നിയമത്തിൻ്റെ അടിത്തറ. മക്ക കാലഘട്ടത്തിൽ അവതരിച്ച ഖുർആൻ വചനങ്ങൾ വിശ്വാസകാര്യങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളിലും ഊന്നിക്കൊണ്ടുള്ളവയായിരുന്നു. കാരണം മക്കയിൽ അന്ന് മുസ്ലിങ്ങൾക്ക് സാമൂഹ്യ ജീവിതക്രമം നിലനിർത്താൻ പറ്റിയ ചുറ്റുപാടായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. അതിനാൽ ആരാധനാ കർമ്മങ്ങൾ ഇന്നത്തെ രൂപത്തിലായിരുന്നില്ല നിർവഹിച്ചിരുന്നത്. ശരീഅത്തിന് പൂർണ്ണത കൈവന്നതും സാമൂഹ്യ നിയമങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടതും മദീന കാലഘട്ടത്തിലാണ്. പ്രവാചകന്റെ കാലത്ത് ഇജ്തിഹാദിനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു. അധിക പ്രശ്നങ്ങളിലും ആകാശത്തു നിന്നുള്ള പരിഹാരം പ്രതീക്ഷിക്കാറാണ് പതിവ്. ചിലപ്പോൾ പ്രവാചകൻ തൻ്റെ ഇജ്തിഹാദ് അനുസരിച്ച് പ്രശ്നം പരിഹരിക്കും. അതിൽ തെറ്റുണ്ടെങ്കിൽ അല്ലാഹു ഉടനെ അത് തിരുത്തുകയും ചെയ്യും. ഖുലഫാഉർ റാഷിദയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം ഖുലഫാഉർ റാഷിദയുടെ കാലത്ത് പേർഷ്യയും യൂറോപ്പും മറ്റു ചില നാടുകളും ഇസ്ലാമിൻ്റെ അധീനത്തിൽ വന്നു. നാടുകളോടൊപ്പം നാട്ടാരും ഇസ്ലാമിലേക്ക് വന്നത് അവരുടേതായ സംസ്കാരത്തോടെയും അവരുടേതായ രീതിയോടും കൂടിയായിരുന്നു. അപ്പോൾ മുമ്പില്ലാത്ത പല പുതിയ പ്രശ്നങ്ങളും മുസ്ലിം സമൂഹത്തിൽ ഉയർന്നു വന്നു. ഇത്തരം സന്ദർഭത്തിൽ ആദ്യം ഖുർആനിലും പിന്നെ സുന്നത്തിലും പ്രശ്നങ്ങളുടെ വിധിയുണ്ടോ എന്ന് പരിശോധിക്കും. ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരായ സഹാബിമാരെ വിളിച്ചുകൂട്ടി പ്രശ്നപരിഹാരത്തിന് ഏകകണ്ഠമായ അഭിപ്രായം ഇജ്മാഅ് ഉണ്ടാകുന്നതിന് ശ്രമിക്കും. സാധിച്ചില്ലെങ്കിൽ ഭൂരിപക്ഷാഭിപ്രായം തൽക്കാലം സ്വീകരിക്കും. തുടർന്ന് അബൂബക്കർ സിദ്ദീഖിൻ്റെയും ഉമറുൽ ഫാറൂഖിൻ്റെയും കാലശേഷം സഹാബിമാർ മദീന വിട്ട് പുറത്തു പോകാൻ തുടങ്ങി. ഇത് ചെറിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ കാരണമായി. വ്യത്യസ്ത നാടുകൾ കേന്ദ്രമായി പ്രവർത്തിച്ച സഹാബിമാർ അവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയതനുസരിച്ച് ഫത്വ നൽകി വന്നു. ഇതിനു പുറമെ അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും കാലത്ത് സ്ഥിരപ്പെട്ട ഇജ്മാഉം ഖിയാസും അവരുടെ ഫത്വകളും അവർ മാനദണ്ഡമായി സ്വീകരിച്ചു. ഇതിലൊന്നും കണ്ടെത്താൻ കഴിയാത്ത പുതിയ വിഷയങ്ങൾ അവർ ഇജ്തിഹാദ് ചെയ്ത് ഫത്വ നൽകി വന്നപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവൽ സ്വാഭാവികം മാത്രം. താബിഉകളുടെ കാലഘട്ടത്തിൽ സഹാബത്തിൻ്റെ ശിഷ്യന്മാർക്കാണ് താബിഉകൾ എന്ന് പറയുക. ഈ പേര് ഖുർആൻ തന്നെ നൽകിയതാണ്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു അഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ ദാലിക്കൽ ഫൗസുൽ അദീം. 900. ആദ്യമേ ഇസ്ലാമിലേക്ക് വന്ന മുഹാജിറുകളും അൻസാറുകളും അവരുടെ ഇഹ്സാനിൽ പിൻപറ്റിയവരെയും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളൂ അൻഹു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു. അഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്വരയിൽ നദികൾ ഒഴുകുന്ന സ്വർഗം അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദ, അതിൽ അവർ ശാശ്വതവാസികളാണ്. ദാലിക്കൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം. ഈ മഹത്തായ വിജയത്തിലേക്ക് എത്തിച്ചേരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം അള്ളാഹുവിൻ്റെ സ്തുതിക്ക് അർഹരായ താബിഉകൾ പ്രമാണമായി സ്വീകരിച്ചത് ഖുർആനും സുന്നത്തും സഹാബത്തിൻ്റെ ഇജ്മാഉം അവരുടെ ഫത്വകളുമായിരുന്നു. സഹാബത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ള വിഷയങ്ങളിൽ അവരവർക്ക് പ്രബലമെന്ന് ബോധ്യപ്പെട്ട അഭിപ്രായം അവർ സ്വീകരിക്കും.
അവർ ആരെയും തഖ്ലീദ് ചെയ്യുമായിരുന്നില്ല. ഇക്കാലഘട്ടത്തിൽ 2 ചിന്താധാരകൾ നിലവിൽ വന്നു. ഒന്ന് മദ്രസത്തു അഹ്ലുൽ ഹദീസ്. ഹിജാസ്, മദീന മുതലായ പട്ടണങ്ങൾ കേന്ദ്രമായി ഈ ചിന്താധാര വളർന്നു വികസിച്ചു. പ്രഗത്ഭ താബിഇയായ സഈദ് ഇബ്നുൽ മുസയ്യിബാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഖുർആനും സുന്നത്തും സഹാബത്തിന്റെ ഇജ്മാഉം അവർ മുഖ്യമായും അവലംബിച്ചു. നിർബന്ധിതാവസ്ഥയിൽ അല്ലാതെ ഖിയാസ് അവർ സ്വീകരിക്കുമായിരുന്നില്ല. സഹാബിമാരിൽ അബ്ദുല്ലാഹിബിൻ ഉമർ, ആയിഷ, ഇബ്നു അബ്ബാസ് മുതലായവരെ അവർ മാതൃകയാക്കി. സാങ്കല്പിക വിഷയങ്ങളിൽ അവർ ഫത്വ നൽകാറില്ല. ഹദീസുകളെയും സഹാബത്തിന്റെ അഭിപ്രായങ്ങളെയുമാണ് ഈ ചിന്താധാരയുടെ വക്താക്കൾ സ്വീകരിച്ചത്. അതിനാൽ അവർക്ക് അഹ്ലുൽ ഹദീസ് എന്ന പേര് വന്നു. സഈദ് ഇബ്നുൽ മുസയ്യബ്, സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ, സുഹരി, യഹ്യ ഇബ്നു സഅദ് മുതലായവർ ഇവരിലെ പ്രമുഖരാണ്. പിന്നെ 2 മദ്രസത്തു അഹ്ലുർ റഇയ്യ്. ഇറാഖ് കേന്ദ്രമായി വളർന്നു വന്ന ചിന്താധാരയാണ് മദ്രസത്ത് അഹ്ലുർ റഇയ്യ് അഥവാ യുക്തി ദീക്ഷാ പ്രസ്ഥാനം. ഇബ്രാഹിം നഖഇയാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഇവരുടെ പ്രധാന തത്വം മതവിധികളുടെ ആശയം ജനനന്മകളിൽ അധിഷ്ഠിതമാണ്. അതിനാൽ വിധിവിലക്കുകളുടെ ലക്ഷ്യം എപ്പോഴും പരിഗണിക്കണം. ഓരോ വിധിയിലും ക്ലിപ്തമായ നിമിത്തങ്ങൾ ഉണ്ടായിരിക്കും. അതിനാൽ ഈ ചിന്താധാരയുടെ ആളുകൾ ഓരോ വിധിയുടെയും ലക്ഷ്യവും നിമിത്തവും തത്വവും കണ്ടെത്താൻ ശ്രമിക്കും. അതേ നിമിത്തവും തത്വവും എവിടെയെല്ലാം പ്രകടമാവുന്നോ അവിടങ്ങളിലെല്ലാം പ്രസ്തുത വിധി നടപ്പിലാക്കും. ദൈവിക നിയമത്തിന്റെ ലക്ഷ്യത്തിനും യുക്തിക്കും വിരുദ്ധമായ ഹദീസുകൾ അവർ തള്ളിക്കളയും. അലി ഇബ്നു അബി താലിബ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്നിവരെ ഇവർ മാതൃകയാക്കി. അൽഖമത്തുൻ നഖഇ ഇബ്നു മസ്ഊദിന്റെ പ്രധാന ശിഷ്യനാണ്. ഇബ്രാഹിമുൻ നഖഇ അൽഖമയുടെ പ്രധാന ശിഷ്യനും ഇദ്ദേഹമാണ് ഇമാം അബൂ ഹനീഫയുടെ ഗുരുനാഥൻ. ഇവർക്ക് പുറമെ മുഹമ്മദ് ബിൻ അബി സുലൈമാൻ, റാബിഅത്ത് ബിൻ അബി അബ്ദില്ല മുതലായവർ ഈ ചിന്താധാരയെ വളർത്തിയെടുത്തു. വ്യാജ ഹദീസുകൾ നിർമ്മിക്കലും അതിൻ്റെ പ്രചരണവും ഇക്കാലത്ത് ഇറാഖിൽ വ്യാപകമായിരുന്നു. അതിനാൽ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ കടുത്ത നിബന്ധനകൾ ഇവർ സ്വീകരിച്ചു. ഈ സമീപനം കാരണം ഇവർക്ക് ഹദീസുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വന്നു. അതിനാൽ ന്യായവും നിമിത്തവും യുക്തിയും തത്വവും അവലംബിച്ച് നിയമനിർമ്മാണം നടത്താൻ അവർ നിർബന്ധിതരായി. താബിഈകളുടെ ശിഷ്യന്മാരാണ് മദ്ഹബുകളുടെ ഇമാമുമാർ. അവർക്കിടയിൽ പല വിഷയങ്ങളിലും പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വിഷയത്തിൽ സഹാബിമാരുടെയും താബിഈകളുടെയും വിധികളും വീക്ഷണങ്ങളും വ്യത്യസ്തമായാൽ തങ്ങളുടെ പ്രദേശത്തെ ഗുരുനാഥന്മാരുടെ അഭിപ്രായത്തിന് അവർ മുൻഗണന നൽകലായിരുന്നു അവരുടെ രീതി. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ പണ്ഡിതന്മാർ രംഗത്ത് വന്നു. അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അവരുടെ വീക്ഷണം അനുസരിച്ച് ഫത്വ നൽകി വന്നു. പിന്നീട് അവരുടെ വീക്ഷണങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അവരുടെ ശിഷ്യന്മാർ മുഖ്യ പങ്ക് വഹിച്ചു. അതുപോലെ ഭരണകർത്താക്കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ലഭിച്ച മദ്ഹബുകൾ ഈ 4 മദ്ഹബുകൾക്കും രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ ഭരണാധികാരികളുടെയും പിന്തുണ ലഭിച്ചു. അങ്ങനെ പിന്തുണ ലഭിച്ച 4 മദ്ഹബുകൾ നിലനിന്നു വന്നു. മറ്റ് മദ്ഹബുകൾ ആ ഇമാമുമാരുടെയും ശിഷ്യന്മാരുടെയും കാലഘട്ടത്തോടെ അസ്തമിക്കുകയാണ് ചെയ്തത്. അബ്ബാസിയാക്കളാണ് ഹനഫി മദ്ഹബിനെ തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മദ്ഹബായി അംഗീകരിച്ചത്. അമവികൾ സ്പെയിൻ കേന്ദ്രമായി ഭരണം സ്ഥാപിച്ചപ്പോൾ അവർ മാലിക്കി മദ്ഹബ് ഔദ്യോഗിക മദ്ഹബായി പ്രഖ്യാപിച്ചു. സലാഹുദ്ദീൻ അയ്യൂബി ഷാഫി മദ്ഹബിനെയും സഊദി ഭരണകൂടം ഹംബലി മദ്ഹബിനെയും തഖ്ലീദ് കൂടാതെ അംഗീകരിച്ചു.
ഈ മദ്ഹബുകാർ പിൽക്കാലത്ത് പരസ്പര ശത്രുക്കളായി തീർന്നു. എന്നാൽ യാതൊരു പക്ഷപാതിത്വവും കൂടാതെ എല്ലാ മദ്ഹബുകളിൽ നിന്നും ഖുർആനോടും സുന്നത്തിനോടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനവും രംഗത്ത് വന്നു. ഇന്നറിയപ്പെടുന്ന 4 മദ്ഹബുകളുടെ ഇമാമുകൾ ആത്മാർത്ഥതയുടെ നിറകുടങ്ങളായിരുന്നു. സമ്പത്തും ഭരണാധികാരികളുടെ സ്വാധീനവും സത്യമാർഗത്തിൽ നിന്ന് ഒട്ടും അവരെ വ്യതിചലിപ്പിച്ചില്ല. സത്യത്തിൻ്റെ മാർഗത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ ദൈവഭക്തിയിലും ആദർശനിഷ്ഠയിലും പാവങ്ങളെ സഹായിക്കുന്നതിലും സ്ഥാനമാനങ്ങളോടുള്ള വിരക്തിയിലും അദ്ദേഹത്തിന് സമാനമായിട്ടുള്ളവർ വളരെ അപൂർവമാണ്. കൂഫയിലെ ഖാദി സ്ഥാനം അദ്ദേഹം നിരസിച്ചു. കാരണം ഖാദി പലപ്പോഴും ഭരണാധികാരികളെ തൃപ്തിപ്പെടുത്തേണ്ടി വരും. അങ്ങനെ വന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതി നഷ്ടപ്പെടുമെന്ന അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഖാദി സ്ഥാനം നിരസിച്ചതിൻ്റെ പേരിൽ ചാട്ടവാർ അടിക്ക് അദ്ദേഹം വിധേയനായി. ഈ സംഭവം അമവി ഭരണകാലത്താണ് ഉണ്ടായത്. അദ്ദേഹം അമവി കാലത്തും അബ്ബാസി കാലത്തും ജീവിച്ച മഹാനാണ്. മറ്റൊരിക്കൽ ഖലീഫ മൻസൂർ അബ്ബാസി രാഷ്ട്രത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് പദവി ഏൽക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് സ്വീകരിച്ചില്ല. നിങ്ങൾക്കെതിരായി വിധി പ്രസ്താവിക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്നെ ഫുറാത്ത് നദിയിൽ മുക്കിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ പോലും ഞാൻ മുങ്ങി മരിക്കാനേ ഇഷ്ടപ്പെടുകയുള്ളൂ. താങ്കളുടെ കീഴുദ്യോഗസ്ഥന്മാരെ ബഹുമാനിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിന് എന്നെ പറ്റുകയില്ല. അപ്പോൾ ഖലീഫ താങ്കൾ കളവാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഉടനെ അബൂ ഹനീഫ തിരിച്ചടിച്ചു, കളവ് പറയുന്ന ഒരുത്തനെ താങ്കളുടെ രാഷ്ട്രത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആക്കാൻ താങ്കൾക്ക് എങ്ങനെ കഴിയും? ഉടനെ അദ്ദേഹത്തെ ജയിലിലടക്കാൻ ഖലീഫ മൻസൂർ ഉത്തരവിട്ടു. അങ്ങനെ 70-നോടടുത്ത ആ പണ്ഡിതൻ കാരാഗ്രഹത്തിൽ കിടന്ന് രാവിലെയും വൈകുന്നേരവും ചാട്ടവാർ അടിയേറ്റ് ജയിലിൽ കിടന്ന് തന്നെ വഫാത്തായി. 2 ഇമാം മാലിക് നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് വിവാഹമോചനം ചെയ്യിച്ചാൽ അത് തലാഖാവുകയില്ലെന്നും നിർബന്ധിച്ച് ബൈഅത്ത് ചെയ്യിച്ചാൽ അത് ശരഈയായ ബൈഅത്താവുകയില്ലെന്നും അദ്ദേഹം ഫത്വ കൊടുത്തു. ഖലീഫ മൻസൂറിന് ജനങ്ങൾ ബൈഅത്ത് ചെയ്തപ്പോൾ ബൈഅത്ത് ലംഘിക്കുന്നവരുടെ വിവാഹബന്ധം സ്വമേധയാ വേർപ്പെടും എന്നുകൂടി ബൈഅത്തിൻ്റെ വാചകത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൻസൂറിനോടുള്ള കൂറ് പിൻവലിക്കുന്നവരുടെ ഭാര്യമാരെ നിർബന്ധപൂർവം വേർപ്പെടുത്തുകയും അത് വിവാഹമോചനമായി നടപ്പിൽ വരുത്തുകയും ചെയ്തു. ഇക്കാലത്താണ് ഇമാം മാലിക് തൻ്റെ ഫത്വ ഇറക്കിയത്. ഇക്കാരണത്താൽ അദ്ദേഹത്തെ ചാട്ടവാർ കൊണ്ടടിച്ചു. അദ്ദേഹത്തിൻ്റെ കൈ കുഴഞ്ഞുപോയി. തുടർന്ന് അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. ആ വിധത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം പിന്നീട് ജീവിച്ചത്. മറ്റത് 3-ാമത്തെ ഇമാം ഷാഫിഈ. ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൽ മതിപ്പ് തോന്നിയ ഖലീഫ ഹാറൂൺ റഷീദ് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ ഖാദിയോ ഗവർണറോ ആക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഷാഫി അത് സ്വീകരിച്ചില്ല. അദ്ദേഹം മക്കയിലേക്ക് മടങ്ങാൻ ഖലീഫയോട് അനുവാദം ചോദിച്ചു. അങ്ങനെ കുറച്ചു കാലം മക്കയിൽ വന്ന് കഴിച്ചുകൂട്ടി വീണ്ടും അദ്ദേഹം ബഗ്ദാദിലേക്ക് മടങ്ങി. അന്നത്തെ അബ്ബാസി ഖലീഫ മഅ്മൂൻ മുഅ്തസിലി പക്ഷക്കാരനായിരുന്നു. ഈ അവസരത്തിൽ ഖലീഫ മഅ്മൂൻ അബ്ബാസി രാഷ്ട്രത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഏറ്റെടുക്കാൻ ഇമാം ഷാഫിയോട് ആവശ്യപ്പെട്ടു. ഖലീഫ വെച്ചു നീട്ടിയ അത്യുന്നത പദവി സന്തോഷപൂർവ്വം അദ്ദേഹം നിരസിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഈജിപ്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിലെ ഗവർണർ അബ്ബാസ് ബിൻ അബ്ദുല്ല ഈജിപ്തിൽ വെച്ചു ഷാഫി തൻ്റെ റിസാലയും അൽ ഉമ്മും മാറ്റി എഴുതിയത് അവിടെ വെച്ചാണ്. അങ്ങനെ
ഇമാം ഷാഫിഈ ഈജിപ്തിൽ വെച്ച് മാലിക്കി മദ്ഹബിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതിൻ്റെ പേരിൽ മാലിക്കി മദ്ഹബ് പക്ഷപാതികൾ അതിൽ ദേഷ്യം പിടിച്ചു. അങ്ങനെ ഫിത്തിയാൻ എന്ന മാലിക്കി കർമ്മശാസ്ത്ര പണ്ഡിതനുമായി ചർച്ച നടത്തി ഷാഫിഈ ഉദ്ധരിച്ച തെളിവുകളുടെ മുന്നിൽ മാലിക്കി മദ്ഹബ് നിഷ്പ്രഭമായി. അതിനുശേഷം ഫിത്തിയാൻ എന്ന പണ്ഡിതന്റെ അനുയായികൾ ഇമാം ഷാഫിഈ പള്ളിയിൽ ഒറ്റക്കിരിക്കുമ്പോൾ കയറി വന്ന് ആക്രമിച്ച് അദ്ദേഹത്തെ അടിച്ച് തളർത്തുകയാണുണ്ടായത്. അതിനാൽ അദ്ദേഹത്തിൻ്റെ മരണവും സംഭവിച്ചു. ഇങ്ങനെ മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ, പിന്നെ അഹ്മദ് ബിൻ ഹംബലിൻ്റെ പരീക്ഷണം എല്ലാവർക്കും സുപ്രസിദ്ധമാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം അംഗീകരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് ജയിലിലടച്ച് ആ ജയിലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹവും മരിച്ചത്. അപ്പം ഈ മദ്ഹബിൻ്റെ ഇമാമുകൾ വളരെ ആത്മാർത്ഥതയുള്ളവരും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അത്യുന്നതമായ സ്ഥാനമാനങ്ങൾ ഒരിക്കലും അവർക്ക് സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കാരണമായില്ല. ആത്മാർത്ഥമായ സേവനമാണ് അവരിൽ നിന്ന് ചെയ്തത്. ആ സേവനങ്ങളെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം വിലയിരുത്തുന്നതും അവരിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ഖുർആനോടും സുന്നത്തിനോടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന അഭിപ്രായങ്ങൾ ഏതാണോ പക്ഷപാതിത്വം കൂടാതെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നയം. ആ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.